A+ട്യൂബിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ 2 എപ്പിസോഡുകൾ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അദാലത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഈ മാസം 15 മുതൽ ആരംഭിച്ച് ഫെബ്രുവരി 17 അവസാനിക്കുന്ന ഈ അദാലത്തിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളതുകൊണ്ട് ആ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ വിശദ വിവരങ്ങൾ നൽകിയത് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇനി പറയുന്നവയാണ്. ആദ്യമായി അദാലത്ത് നടക്കുക ഏറ്റവും കുറച്ച് അപേക്ഷകൾ ലഭിച്ചിട്ടുള്ള സ്ഥലത്താണ്. അവസാനത്തെ അദാലത്ത് നടക്കുന്നത് ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ള സ്ഥലത്തും. ഇപ്പോൾ കണക്കെടുത്തപ്പോൾ മാനന്തവാടിയിലാണ് ഏറ്റവും കുറച്ച് അപേക്ഷകൾ ലഭിച്ചിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് ജനുവരി 15 ആദ്യത്തെ അദാലത്ത് നടക്കുന്നത് മാനന്തവാടിയിലായിരിക്കും. അവസാനത്തെ അദാലത്ത് നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിൽ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത്. ഈ അദാലത്തുകളിലൊക്കെ തന്നെ മന്ത്രി ശ്രീ കെ രാജൻ നേരിട്ട് പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. മൊത്തം 29 അദാലത്തുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക. 25 സെൻറ്റിൽ താഴെയുള്ള ഭൂമികളെയാണ് തരം മാറ്റത്തിനായി ഇപ്പോൾ പരിഗണിക്കുന്നത്. ഈ 25 സെൻറ്റ് വരെയുള്ള ഭൂമികൾക്കാണെങ്കിൽ അതിൽ അവർക്ക് ഫീസ് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിരവധി അപേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഈ അദാലത്തുകളെല്ലാം തന്നെ RDO ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുക. RDOയ്ക്ക് മാത്രമല്ല, ഡെപ്യൂട്ടി കളക്ടർക്കും തരം മാറ്റുന്നതിനുള്ള അധികാരം നൽകി ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തരം മാറ്റ അപേക്ഷകളിന്മേൽ തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടി നിയമസഭ പാസാക്കിയ ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ഇങ്ങനെയൊരു അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിനെ തുടർന്നുള്ള റവന്യൂ രേഖകളിൽ തരം മാറ്റം രേഖപ്പെടുത്തുന്നതിന് 2 ദിവസത്തെ സമയം കൂടി എടുക്കും. അദാലത്തിന് തീരുമാനമെടുക്കുന്ന അപേക്ഷകളിൽ അന്നു തന്നെ ഉത്തരവ് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. ഡിസംബർ 31 വരെ 2023 ഡിസംബർ 31 വരെ 1,18,523 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ അദാലത്തിൽ പരിഹരിക്കപ്പെടും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു കാര്യം നിങ്ങൾ അറിയാനുള്ളത്, ഈ അദാലത്തുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു അപേക്ഷയും നൽകേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥലത്ത് എപ്പോഴാണ് അദാലത്ത് നടക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു SMS സന്ദേശം ലഭിക്കും. ഈ SMS സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുള്ള ഫോണിലൂടെ ആണ്. എന്നാൽ ചിലരൊക്കെ സ്വന്തം ഫോൺ നമ്പർ നൽകാതെ അപേക്ഷ നൽകുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളുടെ നമ്പർ നൽകിയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കൂട്ടർ പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, നിങ്ങൾക്ക് അയക്കാനുള്ള മെസ്സേജുകളെല്ലാം തന്നെ നിങ്ങൾ നൽകിയ അക്ഷയയുടെ നമ്പറാണെങ്കിൽ ആ നമ്പറിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നതിന് മറന്നു പോകാതിരിക്കുക. ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ ലഭിക്കും. അത് ടോക്കൺ നമ്പറാണ്. അതായത് എപ്പോഴാണ് നിങ്ങളുടെ ഊഴം വരുന്നതെന്ന് അറിയിച്ചു കൊണ്ടുള്ള ടോക്കണാണ്. എവിടെ വെച്ചാണ് ഇത് നടക്കുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു, RDO ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ്. എന്നാൽ അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അയക്കുന്ന സന്ദേശത്തിൽ അത് വ്യക്തമാകുകയും ചെയ്യും.
മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ അറിയേണ്ടത്, ചിലർ അപേക്ഷ നൽകിയപ്പോൾ അനുബന്ധ രേഖകൾ നൽകാതിരുന്നിട്ടുണ്ട്. അനുബന്ധ രേഖകൾ നൽകാത്തവരുടെ അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിയുന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനുബന്ധ രേഖകൾ നൽകുന്നതിന് ഒരു അവസരം കൂടി നൽകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തുടർന്നും നിങ്ങൾ അനുബന്ധമായി നൽകേണ്ട രേഖകൾ നൽകാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷകൾ നിരസിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും അപേക്ഷകൾ നിങ്ങൾ നിലവിൽ നൽകാത്തവരുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നൽകാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നത് ഉചിതമായിരിക്കും. എന്തായാലും ആർഡിഒ കേന്ദ്രങ്ങളിൽ നടക്കും എന്ന് അറിയിച്ചിട്ടുള്ള ഈ അദാലത്ത് കുറച്ച് ആളുകളുടെയെങ്കിലും പ്രശ്നം പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 25 സെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ തരം മാറ്റ അപേക്ഷകൾ നൽകിയിട്ടുള്ളവരുടെയും അപേക്ഷകൾ വൈകാതെ തന്നെ തീർപ്പാക്കുന്ന നടപടി ആരംഭിക്കും എന്ന് പറയുമെങ്കിലും അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം നിങ്ങൾ അറിയുക, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ സർക്കാർ ചില ഉപദ്രവങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ ഇടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അത് സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ച ഒരു പുതിയ വിവരം മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അത് വസ്തുനികുതിയും യൂസർ ഫീസും സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്. എന്തായാലും ഇത്തരം വിവരങ്ങളെല്ലാം സമയോചിതമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് A+ ട്യൂബ് ചാനൽ വളരെ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. ആദ്യമായി തന്നെ ഈ തരം മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അദാലത്തിനെ സംബന്ധിച്ച് യൂട്യൂബ് ചാനലിൽ എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയത് ഈ ചാനലായിരുന്നു. അതിൻ്റെ തുടർച്ചയായി മറ്റൊരു എപ്പിസോഡ് കൂടി ചെയ്തിരുന്നു. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. അത് അദാലത്തുമായി ബന്ധപ്പെട്ട എപ്പിസോഡാണ്. അല്ലാതെ ഭൂമി തരം മാറ്റവും ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട പല എപ്പിസോഡുകളും ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പ്ലേ ലിസ്റ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. പ്ലേ ലിസ്റ്റിലെ ഡേറ്റാ ബാങ്ക് എന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ആ പ്ലേ ലിസ്റ്റിൽ തരം മാറ്റവുമായി ബന്ധപ്പെട്ടും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടവർ എങ്ങനെയാണ് തരം മാറ്റ അപേക്ഷ നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും പൂർണ്ണമായ വിവരങ്ങൾ, ഏതെല്ലാം ഫോറങ്ങളിൽ അപേക്ഷ നൽകണം എന്നുള്ള വിവരങ്ങൾ ഒക്കെയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവായി ഈ ചാനലിലെ പ്ലേ ലിസ്റ്റിലെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഏരിയയിൽ പോയി നിങ്ങൾക്ക് അറിയേണ്ട വിവരങ്ങൾ അവിടെ നിന്നും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പ്രത്യേകിച്ച് താൽപ്പര്യമെടുക്കുക, പ്രത്യേകിച്ച് അതിനായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിനെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആർഡിഒ കേന്ദ്രങ്ങളിൽ ഈ മാസം 15 മുതൽ ഫെബ്രുവരി 17 വരെയാണ് അദാലത്ത് നടക്കുക. ഇതിന് പ്രത്യേകിച്ച് ഒരു അപേക്ഷ നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ളതിനോടൊപ്പം നൽകിയ നിങ്ങളുടെ ഫോൺ നമ്പറിൽ നൽകുന്നതാണ്. അതിൽ ടോക്കൺ നമ്പരും ഉണ്ടാകും. ഫോൺ നമ്പർ സ്വന്തം നൽകാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളുടെ നമ്പർ നൽകിയിട്ടുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലായിരിക്കും ഈ മെസ്സേജ് എത്തുക എന്നതും കൂടി അറിഞ്ഞിരിക്കുക. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.